ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പൈ നെറ്റ്വർക്കിനെ കുറിച്ച് ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മൈനിങ് ആപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണത്. പൈ നെറ്റ്വർക്കിൻ്റെ മൈഗ്രേഷൻ ഇനി ഏകദേശം 2 ദിവസം കൂടി ബാക്കിയുള്ളൂ. നിങ്ങൾക്കിവിടെ അൺവെരിഫൈഡ് ബാലൻസ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും അതിൻ്റെ ടൈമറും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇതുവരെ മൈഗ്രേറ്റ് ആവാത്ത അല്ലെങ്കിൽ ഫസ്റ്റ് മൈഗ്രേഷൻ കഴിഞ്ഞ് സെക്കൻഡ് മൈഗ്രേഷൻ ചില ആളുകൾക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 ദിവസമാണ്. അതിനുള്ളിൽ മാക്സിമം KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടോക്കൺ എല്ലാം ഫോർഫീറ്റ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക്, ഇപ്പോൾ ഈ മൈഗ്രേഷന് തൊട്ട് മുമ്പ് 6 മാസം വരെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ 6 മാസത്തെ ടോക്കൺ മൈഗ്രേറ്റ് ആകുന്നു എന്ന് ഇവരുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴും KYC കംപ്ലീറ്റ് ആകാത്ത ആളുകൾ, ഈ 6 മാസമായിട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് മൈഗ്രേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടെൻറ്ററ്റീവ് KYC ഉള്ള ആളുകൾ മാക്സിമം അവരുടെ മൈഗ്രേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആകാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ഓരോ ടൈമർ സെറ്റ് ചെയ്യുമെന്ന് അവരുടെ ബ്ലോഗിൽ പറയുന്നുണ്ട്. ബ്ലോഗിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നടപടിയാവുമെന്നും അറിയില്ല. ടെൻറ്ററ്റീവ് KYC ഉള്ള ആളുകളുടെ, പക്ഷേ ഏകദേശം KYC കംപ്ലീറ്റ് ചെയ്ത ഏകദേശം ഒരു 70% ആളുകളുടെയും ടെൻറ്ററ്റീവ് KYC ആയിട്ട് സ്റ്റാറ്റസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇനി ഈ 14-ാം തീയതിക്ക് ശേഷം മൈഗ്രേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ടൈമർ ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ട് സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് മൈഗ്രേറ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ സെക്കൻഡ് മൈഗ്രേഷൻ ആകുന്നതിന് മുമ്പ് ലോക്കിംഗ് സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ മെയിനെറ്റ് എടുക്കുമ്പോൾ കോൺഫിഗർ ലോക്കപ്പ് റേറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഒന്നും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് നാൾ മുമ്പ് ഞാൻ സെറ്റ് ചെയ്ത് ലോക്കിംഗ് പീരീഡ് ഏകദേശം ഒരു 2 ഇയേഴ്സ് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അൺലോക്ക് ചെയ്തതാണ് എൻ്റെ കുറച്ച് ടോക്കൺസ്. ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ മിക്ക ആളുകളുടെയും ഇതുപോലെ ഓൾറെഡി സെറ്റ് ചെയ്ത രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു 50%ഓ 100%ഓ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡ്യൂറേഷൻ 2 വീക്സ് 6 മന്ത്സോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 ഇയർ ആയിരിക്കും സെറ്റ് ആയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. അതിന് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട്, ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാരണം ഈ താഴത്തെ ബട്ടൺ ആക്ടിവേറ്റ് ആവില്ല. നിങ്ങളുടെ ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലോക്കപ്പ് പീരീഡ് 0 ആക്കുക. അതുപോലെ തന്നെ ലോക്കപ്പ് പെർസെൻറ്റേജും 0 ആക്കുക. എന്നിട്ട് താഴെയുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലുള്ള ഈ ഒരു ബട്ടണും ഡീആക്ടിവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി മൈഗ്രേറ്റ് ആവുന്നത് നിങ്ങളുടെ ലോക്ക് ആകാതിരിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് എമൗണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് മാറ്റി അത്യാവശ്യത്തിന് വേണമെങ്കിൽ സെല്ല് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാം. ബാക്കിയുള്ള എമൗണ്ട് തീർച്ചയായിട്ടും ലോക്ക് ചെയ്ത് വെക്കാം എത്ര നാളത്തേക്ക് വേണമെങ്കിലും. ഞാൻ എന്തായാലും ഇപ്പോൾ ടോക്കൺസ് ലഭിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടൊന്നും ഞാൻ മൈഗ്രേറ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടൊന്നും വിൽക്കുന്നില്ല. ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്യാനാണ് തീരുമാനിച്ചത്. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ കുറച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഏകദേശം ഒരു 25-50% ലോക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് ഞാൻ ഫ്രീ ആയിട്ടിടും. അത്യാവശ്യം വരുമ്പോൾ കുറച്ച് വിൽപ്പന നടത്താനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് അത്യാവശ്യം കയറുമ്പോൾ വിൽപ്പന നടത്തിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഈ ലോക്കിംഗ് സിസ്റ്റം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. മൈഗ്രേഷന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യണം. മൈഗ്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്ത രീതിയിൽ ലോക്കപ്പ് ആവും. പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേരുടെ ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. അത് നമ്മൾ തന്നെ ഇതുപോലെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചത് കാരണമാണ് മൈഗ്രേഷന് ശേഷം അത് ലോക്ക് ആവുന്നത്. ഓട്ടോമാറ്റിക് ലോക്ക് ആവും. പിന്നെ 2 വർഷവും 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ സെക്കൻഡ് മൈഗ്രേഷന് മുമ്പ് ലോക്കപ്പ് ആകാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ടോക്കൺസ് ലോക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റം ഒന്ന് ചെയ്തു വെക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്ക് അടിക്കുക. ഈ എൻ്റെ ഇപ്പോൾ താഴെയുള്ള ഈ ബട്ടൺ ആക്ടിവേറ്റ് അല്ല. നിങ്ങളുടെ ആക്ടിവേറ്റ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് 0 ആക്കി കൊടുക്കുക, എന്നിട്ട് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ആവുന്ന ടോക്കൺ ഫ്രീ ആയിട്ട് ഇതിലുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ടോക്കൺ മൈഗ്രേറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് ടോക്കൺ ഇതിലേക്ക്, അതായത് അൺവെരിഫൈഡിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവൈലബിൾ ബാലൻസിലേക്ക് അപ്പം തന്നെ വരില്ല. മറിച്ച് 14 ദിവസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് പീരീഡ് ആയാൽ മാത്രമേ അവൈലബിൾ ബാലൻസിലേക്ക് വരികയുള്ളൂ. അതിന് നിങ്ങളുടെ വാലറ്റ് എടുത്ത് നോക്കുക. അതായത് PI ബ്രൗസറിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്യുക. വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവൈലബിൾ ബാലൻസും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും
മുകളിൽ കാണുന്ന ബാലൻസും അവൈലബിൾ ആയിട്ട് എനിക്കിപ്പോൾ 0.89 PI മാത്രം പൈ ടോക്കൺ മാത്രമുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നമ്മുടെ ബിറ്റ്ഗെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോഴും ഉണ്ട്. ഇപ്പോൾ മൈഗ്രേറ്റ് ആയാൽ തന്നെ ഏറ്റവും മുകളിലുള്ള സെക്ഷനിലായിരിക്കും വന്നിരിക്കുന്നത്. അവൈലബിൾ ബാലൻസിലാക്കാൻ വേണ്ടിയിട്ട് 14 ദിവസം നിങ്ങൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് ആകുള്ളൂ. അതിനുശേഷമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ആളുകളുടെ വാലറ്റിൻ്റെ ഫ്രേസുകൾ മറന്നു പോയിട്ടുണ്ട്. ഫ്രേസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനി തന്നെ ആദ്യമേ പറയുന്നുണ്ട് ഫ്രേസ് നിങ്ങൾ സേഫായിട്ട് കീപ്പ് ചെയ്യണമെന്ന്. കാരണം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, വാലറ്റ് ഫ്രേസ്. അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുതിയൊരു വാലറ്റ് എടുക്കാനേ സാധ്യതയുള്ളൂ. പക്ഷേ മുമ്പ് നിങ്ങൾ മൈൻ ചെയ്ത ടോക്കൺ എല്ലാം മൈഗ്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് വാലറ്റിലേക്കേ പോകുള്ളൂ, സെക്കൻഡ് വാലറ്റിലേക്ക് വരില്ല. തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലറ്റ് ഫ്രേസ് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. ഒന്നില്ലെങ്കിൽ ഗൂഗിളിൽ സ്റ്റാർഡ് സെക്ഷനിൽ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു മെയിൽ പോലെ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് ഈ കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് തിരിച്ചു കിട്ടി. അവരത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ. അങ്ങനെ ഒരുപാട് പേരുടെ വാലറ്റ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. വാലറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മൈൻ ചെയ്ത ടോക്കൺസ് എല്ലാം നഷ്ടമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇപ്പോൾ മൈനിങ് റേറ്റ് നല്ല രീതിയിൽ ഇവർ കുറച്ചിട്ടുണ്ട്. എനിക്ക് 1.5 ഒക്കെ ഉണ്ടായിരുന്നു മൈനിങ് റേറ്റ് പെർ ഹവർ. പക്ഷേ ഇപ്പോൾ 0.75 ഏകദേശം 50% താഴ്ന്നിട്ടുണ്ട് മൈനിങ് റേറ്റ്. അതും അവർ താഴ്ത്തിയിട്ടുണ്ട് റേറ്റും കാര്യങ്ങളും. പിന്നെ ഇടയ്ക്ക് വരെ ട്വിറ്റർ അക്കൗണ്ടും അവരുടെ പോസ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ ഗ്രേസ് പീരിയഡ് റിക്വയർസ് ബോത്ത് KYC ആൻഡ് മെയിൻനെറ്റ് മൈഗ്രേഷൻ ടു ബി കംപ്ലീറ്റഡ് ബൈ 8 AM UTC ഓൺ March 14th. To avoid forfeiting most of your Pi other than Pi mined within the rolling window of the last 6 months before your Pi is migrated. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ KYC എങ്ങാനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഏകദേശം ഒരു 2-3 മാസമായിട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ മൈഗ്രേഷൻ തൊട്ട് മുമ്പുള്ള 6 മാസം നിങ്ങൾ മൈൻ ചെയ്ത ടോക്കൺ നിങ്ങളുടെ മൈഗ്രേഷൻ സെക്ഷനിലേക്ക് വരും. KYC കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, ബാക്കിയുള്ള ടോക്കൺ അതിന് മുമ്പ് നിങ്ങൾ മൈൻ ചെയ്തെല്ലാം ഫോർഫിറ്റ് ആയി പോകും. അപ്പോൾ KYC മാക്സിമം എങ്ങനെയെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഈ 14th മാർച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ ആളുകളുടെയും മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും അവർ. അന്നത്തെ ദിവസം നമുക്ക് നോക്കാം നമ്മളുടെ ടോക്കൺ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന്. എൻ്റേത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 3900 സംതിങ് റെഫറൻസ് എനിക്കുണ്ടെങ്കിലും ഇപ്പോൾ മൈൻ ചെയ്യുന്നത് ഏകദേശം 500-ന് താഴെ മാത്രമുള്ളൂ. അപ്പോൾ ഏകദേശം 3400-ഓളം ആളുകളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിൽ ചെറിയൊരു പോർഷൻ മാത്രമേ എനിക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് കാണാം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത് ഇത്ര എമൗണ്ട് ഒക്കെ കിട്ടില്ല എന്ന്. ഇത്ര എമൗണ്ട് ഒന്നും കിട്ടില്ല. ഇതിൻ്റെ ഒരു 10% എങ്കിലും കിട്ടിയാലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇവരുടെ കാൽക്കുലേഷനും മറ്റു കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മൾ 2-3 ദിവസം മുമ്പ് ഈ സെയിം രീതിയിൽ തന്നെ മൈൻ ചെയ്യുന്ന 2-3 എയർ ഡ്രോപ്പുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് മിറ നെറ്റ്വർക്കിൻ്റെ ഈ ഒരു ലൂമിറ എന്ന് പറയുന്ന ടോക്കൺ. ഇതിപ്പോഴും മൈനിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആക്റ്റീവ് മൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. എങ്ങനെ പൈ നെറ്റ്വർക്കൊക്കെ പോലെ ഇതും ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എനിക്ക് 635 ഫോർ ലൂം ടോക്കൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പരിചയപ്പെടുത്തിയ മറ്റൊരു എയർ ഡ്രോപ്പാണ് K-Link എന്ന് പറയുന്നത്. ഇതും ഇപ്പോൾ വർക്കിംഗ് ആണ്. മൈനിങ് ആപ്പ് തന്നെയാണ്. ഇതും കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. എത്രയും മാക്സിമം നിങ്ങൾ മൈൻ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഒരു ടെലഗ്രാം ആപ്പും ഉണ്ട്. രണ്ടിലും നിങ്ങൾ ജോയിൻ ചെയ്യണം. അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്കിപ്പോൾ ആപ്പ് പോയിൻ്റ് ഏകദേശം 6.69 മില്യൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം പോയിൻ്റ് 5 മില്യൺ ആയിട്ടുണ്ട്. ഇതും ഇതുപോലത്തെ തന്നെ മൈനിങ് ആപ്പാണ്. മൈനിങ് ചെയ്യുന്നത് നമ്മൾ ടെലഗ്രാം ആപ്പിൽ വെച്ചിട്ടാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിലും ഒരുപാട് പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ജോയിൻ ചെയ്യേണ്ട രീതിയും അതിൽ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോയും എല്ലാം ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലും ഇപ്പോൾ മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങളപ്പോൾ മാക്സിമം ചെയ്തെടുക്കുക. അതുപോലെ തന്നെ റൂബി ടോക്കണും നമ്മൾ അതിൻ്റെ വീഡിയോയും ചെയ്തിരുന്നു. ഇതും മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് അത്യാവശ്യം 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. ഏകദേശം 1 മില്യണിൽ പുറത്ത് ആളുകൾ ഓൾറെഡി ജോയിൻഡ് ആണ് ഇതിൽ. ഇതും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും പൈ ടോക്കൺ വന്നതിന് ശേഷം കൂടുതൽ ആളുകൾ ഇതുപോലുള്ള എയർ ഡ്രോപ്പിലേക്ക് അട്രാക്റ്റ് ആയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്കും വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ടെൻറ്റേറ്റീവ് KYC ഉള്ള ആളുകൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഒരു റീചെക്ക് വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും നിങ്ങളിപ്പോൾ ലൈവ് വെരിഫിക്കേഷനൊക്കെ നടത്തിയപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലറോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ടെൻറ്റേറ്റീവ് KYC വെച്ചിരിക്കുന്നത്. അതുമല്ലെങ്കിൽ കുറേ ടോക്കൺസ് എന്തായാലും താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ എല്ലാവരുടെയും ടോക്കൺ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് എക്സ്ചേഞ്ചിലൊക്കെ കൊണ്ട് വിറ്റിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മാർക്കറ്റ് ഇടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലെ അവർ ടെൻറ്റേറ്റീവ് KYC വെച്ചിരിക്കുന്നത്. 1 by 1 ആയിട്ട് അവർ എന്തായാലും റിലീസ് ചെയ്യും ആ ടോക്കൺസ് എല്ലാം. അതുപോലെ ഒരുപാട് പേർക്ക് സ്ലോട്ട്സ് അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. സ്ലോട്ട് അവൈലബിൾ അല്ലാത്തത് പുതിയതായിട്ട് മൈൻ ചെയ്യുന്ന ആളുകൾക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 30 ഡേയ്സ് മിനിമം മൈൻ ചെയ്താൽ മാത്രമേ KYCയുടെ സ്ലോട്ടുകൾ ഓപ്പൺ ചെയ്ത് വെക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് അതിനെ ബേസ് ചെയ്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരൊന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 30 ഡേയ്സ് നിങ്ങൾ മൈൻ ചെയ്യണം. അതിനുശേഷം KYC സ്ലോട്ടുകൾ അവൈലബിൾ ആകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ ടെൻറ്റേറ്റീവ് KYC എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇടാൻ മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഞാനിപ്പോൾ KYC വാലിഡേറ്ററാണ്. ഇപ്പോൾ അത്യാവശ്യം KYC ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾ അവരുടെ ലൈവ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ പുറകിൽ മറ്റേതെങ്കിലും ഒരാൾ കൂടി ഉണ്ടാവും. അതായത് ഒരു ലൈവ് വീഡിയോയിൽ 2 പേരുണ്ടാവും. അങ്ങനെയുള്ള KYC ഒക്കെ നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്താലും രണ്ടാമതൊരാൾ ചെക്ക് ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ക്യാം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ക്യാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് KYC വെരിഫിക്കേഷനൊക്കെ നടത്തുക. കൊടുക്കുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നല്ല ക്ലിയർ ആയിരിക്കുക. അതിലെന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലൈവ് വെരിഫിക്കേഷൻ നടത്തുമ്പോഴും ഇതുപോലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ ഫോട്ടോ ഒക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ പഴയ ഡോക്യുമെൻറ്റ്സും പുതിയ ആളുടെ ഫോട്ടോയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആളെ തന്നെ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെയാണ് ഇവർ ഈ ടെൻറ്റേറ്റീവ് KYC എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഇടുന്നത്. അപ്പോൾ അതൊന്നുകൂടി ശ്രദ്ധിക്കുക. ഒരുപാട് പേരുടെയൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് അവർ ചെക്ക് ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും. പക്ഷേ രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് സംശയം തോന്നുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ എങ്ങാനും അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല ക്ലാരിറ്റിയുള്ള പിക്ചേഴ്സ് മാത്രം അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ലൈവ് KYC വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ക്യാം യൂസ് ചെയ്തിട്ട് ചെയ്യുക. നിങ്ങളുടെ കൂടെ മറ്റാരും നിൽക്കാത്ത രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും മൈഗ്രേഷൻ ടൈമിന് നമുക്ക് നോക്കാം എത്ര ടോക്കൺസ് നമുക്ക് എത്തി, എത്ര പേർക്ക് കിട്ടിയില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അത്യാവശ്യം ഡൗട്ടുകളൊക്കെ ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.